മാധവേട്ടൻ ആരെ കാണാനാ പോയത്? പറയാം, വിശദമായി പറയേണ്ടതുണ്ട്. ഇപ്പൊ കുളിച്ച് സന്ധ്യാപൂജയ്ക്ക് കയറട്ടെ. നമ്മുടെ ദേവിയമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ചേച്ചിക്ക് വേണ്ടി മോള് കരിക്കാൻ ക്ഷേത്രത്തിൽ പൊങ്കാലയിടണം. നല്ലതേ വരൂ. മോളെ, അമ്മ പേടിക്കൊന്നും വേണ്ട. ആന്റി കഴിക്കുന്നില്ലേ? ഇല്ല മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താ നീ എന്തിനാ ഇവിടെ കയറിയിരുന്നത്? ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ. ദേവിക, തിരുമേനി എന്താ പറഞ്ഞത്? തിരുമേനി പറഞ്ഞതൊക്കെ ദേവിക്ക് അനുസരിക്കുന്നുണ്ടമ്മേ. അമ്മ ഇരിക്കും, ഭക്ഷണം കഴിക്കാം. ഇവളിവിടെ ഇരിക്കുമ്പോ ഞാനല്ല, നമ്മൾ ആരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. തിരുമേനി പറഞ്ഞ എന്താ? കഴിയുന്നതും മറ്റുള്ളവരുമായിട്ട് അടുത്ത് ഇടപഴകരുതെന്ന്. ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് വേണം, അങ്ങനെയല്ലേ? ഞാൻ ഓർക്കുന്നില്ല ആന്റി. രണ്ടിടത്ത് കിടക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞു. തിരുമേനി അങ്ങനെ പറഞ്ഞു. എന്നാ ഞാൻ മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചോളാം. ഇല്ല, പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ദേവി ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ അമ്മ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളാ. ഓ, സന്തോഷം. നിങ്ങളൊരു ടീമല്ലേ, ഒന്നിച്ചിരുന്ന് കഴിച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. ഭാർഗവേ, എനിക്കുള്ള ഭക്ഷണം കിച്ചണിൽ എടുത്തു വെക്ക്. അയ്യോ കുഞ്ഞെ, വേണ്ട. കുഞ്ഞിവിടെ ഇരിക്ക്. പറയുന്നത് അനുസരിക്ക്, പോ. ആന്റി, എന്താ? ആന്റി ഇവിടെ ഇരുന്നോ, ഞാൻ മാറിയിരുന്നോളാം. തിരുമേനി പറഞ്ഞത് എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. ദേവി, പറ്റില്ല. നന്ദു തടയരുത്. തിരുമേനി പറഞ്ഞതൊക്കെ അനുസരിക്കെ തന്നെ വേണം. ദേവിക, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ മാറ്റിയെടുക്കണം. അതിന് വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. പൗർണമി വരെ ചിട്ടയോട് തന്നെ കാര്യങ്ങൾ പോകണം. എനിക്കറിയാം ആന്റി.
അച്ഛ, അച്ഛനെ ഓർത്താ ഞാൻ പലതും സഹിക്കുന്നേ. നീ മാത്രമല്ല, ഞാനും സിദ്ധുവിനെ ഓർത്താ പലതും സഹിക്കുന്നത്. എവിടെയോ കിടന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് കുടുംബം താറുമാറാക്കി. ഞാനും സിദ്ധുവും വെറും നോക്കുകുത്തികൾ. അമ്മ പതുക്കെ, ദേവിക കേക്കും. അമ്മ ഈ പറയുന്നതൊക്കെ ശരിയാണോ? നോക്ക് നന്ദ, ഞാൻ പറഞ്ഞു ദേവികയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന്. ദേവികയുടെ ജാതകത്തിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞത് ബ്രഹ്മദത്തൻ തിരുമേനിയാ. ആ തിരുമേനി പറഞ്ഞത് നമ്മൾ അനുസരിക്കുക തന്നെ വേണം. നീ വിഷമിക്കാതെ, എല്ലാം ശരിയായിട്ട് വരും. ആ പെങ്കൊച്ചിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. എടാ, വേണ്ട ആന്റി, കഴിക്കും മോളെ, ഒരു ചപ്പാത്തിയും കൂടെ കഴിക്ക്. വേണ്ട ആന്റി. മോളൊന്നും കഴിച്ചില്ലല്ലോ. എന്താ ആന്റി? ദേവിക ഒന്നും കഴിക്കുന്നില്ല. ഒരു ചപ്പാത്തി എടുത്ത് വെച്ചോണ്ടിരിക്കുക. എനിക്ക് മതി ചേച്ചി. കുറച്ച് മാത്രല്ലേ മോള് കഴിച്ചോളൂ. അയ്യോ ചേച്ചി, ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ. ചേച്ചി തൊട്ടെന്ന് വെച്ച് ആഹാരം അശുദ്ധമാവില്ല. ദാ കഴിക്ക്. ആ, ഞാൻ കഴിച്ചോളാം. സാധാരണ അമ്മയുടെ പിടിവാശികളെ അപ്പൊ തന്നെ ഞാൻ എതിർക്കും. പക്ഷെ ഇന്നിപ്പോ ഞാൻ തർക്കിക്കാത്തത് ഒന്നാമത് ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതായതുകൊണ്ടാ. പിന്നെ നീയോത് അംഗീകരിച്ച് തിരുമേനി പറഞ്ഞതെല്ലാം ചെയ്യാൻ മുന്നോട്ട് നിന്നു. നമ്മളൊരു കാര്യം വിശ്വസിച്ച അത് പൂർണ്ണമായും വിശ്വസിക്കണം. പൗർണമി വരെ ഈ രീതിയിൽ തന്നെ ഞാൻ കഴിയും ചേച്ചി. നിന്റെ ഉറച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു ദേവിക. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചിലപ്പോ വേറെ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് എന്തും പാടുള്ളൂ. മനസ്സിൽ സ്നേഹവും നന്മയുണ്ടോ അവിടെ ദൈവം ഉണ്ടാവും. അതാണ് എന്റെ വിശ്വാസം. അങ്ങനെ പറയണ്ട മോളെ. ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ചെയ്യുന്നതല്ലേ. അത് മാത്രല്ല ചേച്ചി, ഞാൻ കാരണം ഉണ്ടായ കുഴപ്പങ്ങൾക്ക് ഞാൻ തന്നെ പ്രതിവിധി ചെയ്യണമല്ലോ. നീ കാരണം കുഴപ്പമുണ്ടായിരുന്നു. എന്തു കുഴപ്പം? ആരാ പറഞ്ഞത് അങ്ങനെ? അത് എന്റെ ജാതകത്തിന്റെ ദോഷം നന്ദുനുൾപ്പെടെ
എല്ലാരെയും ബാധിക്കുമെന്നാണല്ലോ പറഞ്ഞ്. ആരെ ബാധിക്കുന്നു? നോക്ക്, എന്റെ നരേന്ദ്രേട്ടന്റെയും ജാതകങ്ങള് എന്ത് പൊരുത്തമായിരുന്നെന്നറിയോ? രാജാവിനെയും റാണിയും പോലെ നൂറ്റാണ്ടുകൾ വാഴൂന്നാ ജോത്സ്യർ പറഞ്ഞത്. എന്നിട്ട് എന്തായി? എന്തായാലും ഈ സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരു തർക്കം വേണ്ട. ശരിയാ. സോറി. ഒരാൾ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോ എതിർക്കുന്നത് ശരിയല്ല. ഇനിയൊന്നും ഞാൻ പറയുന്നില്ല. ഭാർഗവി, ആ ഞാൻ ചെല്ലട്ടെ മോളെ. ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരുന്നു. നീ ഇത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. കഴിച്ചോളാം. ചേച്ചി പൊക്കോ. ജാനകി എവിടെയാ? ഹോസ്പിറ്റലിലാ. ബ്രഹ്മദത്തൻ തിരുമേനി വന്നിരുന്നോ? പൂജ കഴിഞ്ഞോ? പൂജ കഴിഞ്ഞു, മംഗളമായിട്ട് കഴിഞ്ഞു. തിരുമേനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ഈ കുടുംബത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആ പെണ്ണാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. തിരുമേനി ദേവികയുടെ ജാതകം പരിശോധിച്ചു. നന്ദനുമായിട്ട് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ജാതകമാ ജാനകി അവളുടേത്. ദോഷജാതകം. ഒരുപാട് പൊരുത്തക്കുറവുകൾ, മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിൽ സർവത്ര ദോഷം. ഈശ്വരനായിട്ടാ ബ്രഹ്മദത്തൻ തിരുമേനിയെ കാണാൻ തോന്നിച്ചത്. എന്നിട്ട് തിരുമേനി പരിഹാരം വല്ലതും നിർദ്ദേശിച്ചോ? ഉവ്വ്. അടുത്ത പൗർണമി വരെ നന്ദനും അവളും രണ്ടിടത്ത് കഴിയണം. 2 മുറിയിൽ. ഒരുപാട് നിഷ്ഠകളും പറഞ്ഞു. വ്രതഭംഗം വരാൻ പാടില്ല. ഛേ, ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണല്ലോ. ആ കുട്ടിയുടെ കാര്യമാണോ കഷ്ടം? കഷ്ടത്തിലായിരിക്കുന്നത് ഞാനാ. എന്റെ കഷ്ടപ്പാടുകൾ ആർക്കും കാണണ്ട. സഹതാപം മുഴുവൻ കിട്ടുന്നത് അവൾക്കാ. നീ ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ? കല്യാണം കഴിഞ്ഞു വന്ന ഒരു പെൺകുട്ടി ഈ രീതിയിലൊക്കെ അനുഭവിക്കുമ്പോ ആരായാലും സഹതാപം കാണിക്കില്ലേ? എങ്കിൽ പിന്നെ എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കണ്ട. അവളെ വിളിച്ച് ചോദിച്ചാ മതി. നീ എന്തൊക്കെയാ പ്രഭ ഈ പറയുന്നേ? നോക്ക് പ്രഭേ, ഈശ്വരൻ എന്ന ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആചാര്യന്മാരുടെ ഉപദേശങ്ങളും അത്യാവശ്യം പൂജകളും ഒക്കെ ഇഷ്ടം തന്നെയാ. പക്ഷേ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാവരുത്. അത് ശരി. ജാതകം നോക്കി കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ഇപ്പൊ വലിയ കുറ്റമായോ? ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വിവാഹത്തിന് മുൻപാകണമായിരുന്നു. അല്ല, അങ്ങനല്ല. കേട്ടിട്ടില്ലേ? ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അല്പം താമസിച്ചു പോയാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ജാനകിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ആ പെണ്ണിന് മനസ്സിലായിട്ടുണ്ട്. ഇന്നു മുതൽ അവൾ മറ്റൊരിടത്ത് കിടക്കാമെന്നും മാറിയിരുന്ന് ആഹാരം കഴിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത പൗർണമി വരെ ഇങ്ങനെ തുടരും. അത് കഴിഞ്ഞ് എന്തു വേണോന്ന് പൗർണമിയുടെ അന്ന് ഞാൻ തീരുമാനിക്കും. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച ഇടത്ത് എത്തിക്കും ജാനകി. അവളെ പടിക്ക് പുറത്താക്കി പിണ്ടം വയ്ക്കും. പ്രഭേ, മോളുടെ പ്രായമുള്ള കുട്ടിയാ, അത് ഓർക്കണം. അവൾക്ക് മോളുടെ പ്രായമാണെങ്കിൽ എനിക്ക് അവളുടെ അമ്മയുടെ പ്രായമാ. അമ്മയേക്കാൾ വലുതാവാൻ മോളും ശ്രമിക്കണ്ട. അവളെ ന്യായീകരിച്ച് സംസാരിക്കാൻ ആരും എന്നെ വിളിക്കുകയും വേണ്ട.
ഇനി ഞാൻ പറയുന്നത് പോലെ ചന്ദ്രോത്തുള്ളവരെ കേൾക്കും, അനുസരിക്കും. മറ്റൊന്നും ഇനി ഇവിടെ നടക്കില്ല. എന്നാ ശരി, ബൈ. മോനെ, നിന്റെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റും. ഞാനും അതേ അവസ്ഥയിലാ. എന്റെ മോന്റെ മനസ്സ് വേദനിക്കുമ്പോൾ എനിക്കും വേദനിക്കും. മോനെ, നീ ഇങ്ങനെ പ്രയാസപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? ഞാൻ മറ്റൊരു തരത്തിലും ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി വിഷമിക്കല്ല, ആശ്വസിക്കുകയാണ് വേണ്ടതെന്ന്. മറ്റൊന്നുമല്ല, കാര്യങ്ങളുടെ ഭീകരാവസ്ഥ നമുക്കിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അത് മുന്നിൽ കണ്ട് തിരുമേനി നിർദ്ദേശിച്ചതുപോലെ പരിഹാരങ്ങളും ചെയ്യാലോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? അവളുടെ ജാതകത്തിൽ ഇത്രയും ദോഷങ്ങൾ ഉണ്ടെന്ന് തിരുമേനി പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ദേവിയുടെ വീട്ടുകാർ ജാതകങ്ങളൊക്കെ നേരത്തെ പരിശോധിച്ചതാമേ, അപ്പൊ ഒരു ദോഷം കണ്ടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറയല്ല. ചില വിവാഹങ്ങൾ നടന്നു കിട്ടാൻ ജാതകങ്ങളിൽ മനഃപൂർവ്വം ചേർച്ചയുണ്ടാക്കും. ചിലപ്പോ ദേവിക അറിഞ്ഞു കാണണമെന്നില്ല. അവളുടെ വീട്ടുകാർ ചെയ്തതാവും. ഇല്ല, ദേവിയുടെ വീട്ടുകാർ ഒരിക്കലും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യില്ല. ദേവിയുടെ അമ്മയൊക്കെ ഈ കാര്യങ്ങളിൽ വലിയ സത്യസന്ധര. അമ്മ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ആരോ ചെയ്തിരിക്കും. ചിലപ്പോ അവളുടെ അച്ഛനാവാം. ഇപ്പൊ സ്വാമിയെ പോലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് കുഴപ്പക്കാരനായിരുന്നില്ലേ ആള്? പോട്ടെ, ഇനിയിപ്പോ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെ ആഗ്രഹിച്ചു കാണും മോളൊരു വലിയ വീട്ടിലെ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന്. ബ്രഹ്മദത്തൻ തിരുമേനി ജ്ഞാനിയാ. വെറും ജ്ഞാനിയല്ല, ത്രികാലജ്ഞാനി. അതുകൊണ്ടാ ദോഷങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. ഏതായാലും പൗർണമി വരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുമേ? തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ?
ജീവാപായം വരെ സംഭവിക്കേണ്ടതായിരുന്നു. നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ജീവാപായം ഒന്ന് കേട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇനി തിരിച്ചും ചിന്തിക്കാം. ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ പരിഹാരം ചെയ്താലും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി ഈ ജാതകദോഷം.